കുരുമുക്കിലെ ആശാരി ഷാജഹാനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് ഷാജഹാനായി മാറിയതും നാട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിൽ സവാദ് പങ്കാളിയാണോ എന്ന സംശയവും ഉന്നയിച്ച ഒരു അയൽക്കാരൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. കേരള പോലീസിന്റെയും നിയമ സംവിധാനത്തിന്റെയും കണ്ണുവെട്ടിച്ച സുഖവാസത്തിലായിരുന്നു സവാദ് എന്ന അയൽക്കാരൻ നൌഫൽ. ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കണ്ണൂരിലെ മട്ടന്നൂർ കഴിഞ്ഞിരുന്നത്. ഭാര്യയും 2 മക്കൾക്കുമൊപ്പമാണ് ഇയാൾ കഴിഞ്ഞത്. പ്രതിദിനം 1200 രൂപ കൂലി ലഭിക്കുന്ന മരപ്പണി ചെയ്താണ് ഇയാൾ കുടുംബം നയിച്ചിരുന്നത് എന്നും അയൽക്കാരൻ പറയുന്നു. മട്ടന്നൂരിലെത്തിയിട്ട് 2 വർഷമായി എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് കുടുംബം നയിച്ചിരുന്നത്. എല്ലാവരോടും സവാദ് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. നിലവിൽ കുരുമുക്കിലാണ് ജോലി ചെയ്തിരുന്നത്. മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട ചിത്രവുമായി ഏറെ വ്യത്യാസമുണ്ട്. പഴയ ഫോട്ടോ കണ്ടിട്ടും ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ജനുവരി അവസാനത്തോടെ വാടക വീടിന്റെ എഗ്രിമെന്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ് എന്ന് സവാദ് പറഞ്ഞിരുന്നു എന്നാണ് അയൽക്കാരൻ പറയുന്നത്. ഇവിടത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. ഇതിനു മുൻപ് വിളകോടായിരുന്നത്രേ ഇയാൾ ഒളിവ് ജീവിതം നയിച്ചിരുന്നത്. മട്ടന്നൂരിൽ എത്തിയതിനു ശേഷമാണ് 2ാമത്തെ കുഞ്ഞുണ്ടായത് എന്നും അയൽവാസി പറയുന്നു. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ് സവാദിനുള്ളത്. കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത്. ഭാര്യാപിതാവ് കാസർഗോഡ് SDPI പ്രവർത്തകനാണത്രേ. എന്നാൽ പ്രതിയാണ് എന്ന് അറിയാതെയാണ് വിവാഹം ചെയ്തത് എന്നാണ് ഭാര്യ പറയുന്നത്. നേരത്തെ നരിയമ്പാറയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. വിളകോട് നടന്ന ഒരു കൊലപാതകവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന സംശയവും നൌഫൽ ഉന്നയിച്ചു. അതേസമയം വളരെ രസകരമായ ചില പരിഹാസങ്ങളും സവാദിനെ കുറിച്ച് വരുന്നുണ്ട്. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയായിരിക്കും സവാദ് മട്ടന്നൂരിൽ മട്ടൻ അടിച്ച് നടന്നത്? മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷിന്റെ രസകരമായ ഒരു പരിഹാസം കൂടി വായിക്കാം. ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് 13 വർഷം പോലീസിനെയും NIAയും വെട്ടിച്ച് ഒഴിവ് ജീവിതം നയിച്ചത് മട്ടന്നൂരിൽ. അന്വേഷണം വിദേശത്തേക്ക് വ്യാപിച്ചിരിക്കെ സവാദ് ഒളിവ് ജീവിതം നയിച്ചത് കേരളത്തിൽ തന്നെ. ഷാജഹാൻ എന്ന പേരിലായിരുന്നു സവാദ് 2 വർഷമായി മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. മട്ടന്നൂരിനടുത്ത് ബേരത്ത് വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കൊപ്പം താമസം. മരപ്പണിക്കാരനായിരുന്ന സവാദ് കാസർഗോഡ് സ്വദേശിയാണെന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞത്. കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന കൈവെട്ട് കേസിലെ പ്രതി സവാദ് താമസിച്ചിരുന്നത് കണ്ണൂരിലെ ഒറ്റനില വീട്ടിലാണ്. ഇതിനു മുൻപും മട്ടന്നൂരിലെ വിവിധ ഇടങ്ങളിൽ ഇയാൾ താമസിച്ചിരുന്നു. കൺമുന്നിലുണ്ടായിട്ടും ഇത്രയും വർഷമായിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാതിരുന്ന പോലീസിനെതിരെ വിമർശനം ശക്തമാണ്. മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പറയുന്നു, ഒരു വാർത്തയുണ്ട് കേട്ടോ. ജോസഫ് മാഷിന് രക്ഷാപ്രവർത്തനം നൽകിയ കേസിലെ 1ാം പ്രതിയെ 13 വർഷത്തിന് ശേഷം NIA പൊക്കിയത് നമ്മുടെ സ്വന്തം കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ്. അവിടെ മരപ്പണി ചെയ്യുന്ന ഷാജഹാനായി പുള്ളി തട്ടിയും മുട്ടിയും ജീവിക്കുകയായിരുന്നു. അതിനിടയിൽ 2 പൊടി പിള്ളേരും ഉണ്ടായി എന്ന്. എന്നാലും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയായിരിക്കും മട്ടന്നൂരിൽ സവാദ് മട്ടൻ അടിച്ച് നടന്നത് എന്നാണ്. ഇന്നിനി ക്യാപ്സ്യൂളിട്ട് മുക്കി മരിക്കും അന്തസ്. ഇങ്ങനെ ഒരു പരിഹാസവും അഞ്ജു പാർവതി പ്രഭീഷ് നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.